ഹലോ എവ്രി വൺ, വെൽക്കം ടു എജു പ്ലസ്. നമ്മളിന്ന് സൈക്കോളജി ബി.എഡിൻ്റെ സൈക്കോളജി സെക്കൻഡ് സെമ്മിലെ ഫസ്റ്റ് യൂണിറ്റിൽ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റാണത്. ലേണിംഗ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ലേണിംഗ് കർവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ലേണിംഗ്, അതിൻ്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, നേച്ചർ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്നിപ്പോൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ലേണിംഗ് എന്താണെന്ന് നോക്കാം. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ learning is the modification of behavior for the attainment of specific goals. It is the process by which the organism, as a result of its interaction in situation, acquires a new mode of behavior which tends to persist and affect the general behavior pattern of the organism to some degree. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലിടുക സ്കൂളിൽ പോവുക അല്ലെങ്കിൽ കോളേജിൽ പോവുക, ബുക്കും പേപ്പറൊക്കെ വെച്ച് ബോർഡിൽ എഴുതുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആദ്യം മനസ്സിലോടുക. പക്ഷേ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്ന ഏത് തരത്തിലുള്ള പഠനവും എന്താണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ലേണിംഗ് എന്ന് പറയാമെന്നാണ് പറയുന്നത്. നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യിക്കുന്ന, നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ, ആ പ്രോസസ്സിനൊക്കെ നമുക്ക് ലേണിംഗ് എന്ന് പറയാം. ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് ബുക്കും പേനയും വെച്ചിട്ട് എഴുതി പഠിക്കുന്നത് മാത്രമല്ല, നമ്മളൊരു ചായ ഇടാൻ പഠിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ യൂഷ്വലി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടെ അത് പഠിക്കുക എന്നാണ് പറയുന്നത് അല്ലേ, അതൊക്കെ ഒരു ലേണിംഗ് ആണ്, ഒക്കെ ഒരു പഠനമാണ്. ഇനിയിപ്പോൾ അത് വേണ്ട, നമ്മളൊരു ഇതിലൊക്കെ കയറിയിട്ട് ഒരു കൂട്ടുകെട്ടിലൊക്കെ പെട്ടിട്ട് മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ശീലങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സിഗരറ്റ് വലിക്കാനോ അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യാനോ അങ്ങനത്തെ കാര്യം പഠിക്കുകയാണെങ്കിൽ അതും ഒരു ശീലക്കേടാണെങ്കിൽ കൂടിയും അതെന്താണ്, അതും ഒരു പഠനമാണ്. അപ്പോൾ നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് വേറെ പുതിയൊരു മോഡിഫിക്കേഷനൊക്കെ വരുത്തുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ബിഹേവിയറിനെ ചേഞ്ച് വരുത്തുന്ന, മോഡിഫൈ ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലേണിംഗ് എന്താണെന്ന് പിടിയിട്ടുണ്ടാവും. അതിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. According to Schwell, learning is an enduring change in behavior or in the capacity to behave in a given fashion which results from practice or other forms of experience. Schwell എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ വഴിയൊക്കെ നമ്മുടെ ബിഹേവിയറിൽ ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ ബിഹേവ് ചെയ്യാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന രീതിയിൽ നമ്മുടെ ബിഹേവിയറിൽ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം, ഒരു ചേഞ്ച് വരുത്തുന്ന കാര്യങ്ങളാണ് ലേണിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രാക്ടീസും അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് വഴിയൊക്കെയാണ് ഈ ബിഹേവിയർ ചേഞ്ച് ഉണ്ടാവുന്നതെന്നാണ് ഷ്വൽ പറഞ്ഞത്. ഇനി സ്മിത്ത് എന്താ പറയുന്നത് നോക്കാം. According to Smith, learning is the acquisition of new behavior or the strengthening or weakening of old behavior as a result of experience. സ്മിത്തും പറയണത് തന്നെയാണ്, നമ്മുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു പുതിയൊരു ബിഹേവിയർ നമ്മൾ പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ ഉള്ളത് ബിഹേവിയർ തന്നെ അതിനെ സ്ട്രെങ്തൻ ചെയ്യുക, വീക്കൻ ചെയ്യാണ്. നമ്മുടെ എക്സ്പീരിയൻസ് കൂടെ, അനുഭവങ്ങളിലൂടെ നമ്മുടെ ബിഹേവിയറിലുള്ള ഫാക്ടറുകളെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക, വീക്കൻ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു സിഗരറ്റ് വലിക്കുന്നത് അത്ര നല്ലൊരു ശീലമൊന്നുമല്ല. അപ്പോൾ കുറച്ച് കാലം ഒരു കുട്ടി ആ ശീലം പഠിച്ചു, അതിലിങ്ങനെ തുടർന്നു, പിന്നെ അത് നന്നല്ല, ഹെൽത്തിന് നന്നല്ല, മൊത്തത്തിൽ അതൊരു ബാഡ് ഹാബിറ്റാണെന്ന് മനസ്സിലായതിന് ശേഷം ആ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി, പതിയെ ആ ഒരു ബിഹേവിയറിനെ വീക്കൻ ചെയ്യാൻ തുടങ്ങി. നേരെ മറിച്ച് ഒരു കുട്ടി പങ്ക്ച്വൽ ആണെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ആ കുട്ടി എന്ത് ചെയ്യാൻ പറ്റി, വീണ്ടും ഉള്ള പുതിയ സിറ്റുവേഷൻസിലൊക്കെ അത് വീണ്ടും കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആക്കാൻ നോക്കണം. അപ്പോൾ നമ്മുടെ ഒരു ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യുക, വീക്കൻ ചെയ്യുക ത്രൂ അവർ എക്സ്പീരിയൻസസ്. നമുക്ക് അനുഭവം ഉണ്ടാവണം. അതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു ബിഹേവിയർ ആണെങ്കിൽ അതുകൊണ്ടൊരു ഗുണം ഉണ്ടായത് നമുക്കൊരു അനുഭവം ഉണ്ടാവണം. ചീത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊരു ദോഷം ഉണ്ടായത് നമുക്കൊരു അനുഭവം ഉണ്ടാവണം. ആ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, സ്ട്രെങ്തൻ ചെയ്യും, വീക്കൻ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ലേണിംഗ് എന്ന് പറയാം. ഗേറ്റ്സ് എന്താ പറഞ്ഞത്, ലേണിംഗ് ആസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ട്രെയിനിങ്. ഈ പറഞ്ഞത് തന്നെയാണ് അല്ലേ, നമ്മുടെ ബിഹേവിയർ മോഡിഫിക്കേഷനാണ്. എക്സ്പീരിയൻസ് കൂടെ ട്രെയിനിങ്ങിൽ കൂടെ നമ്മുടെ ഒരു ബിഹേവിയറിന് മോഡിഫിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ ലേണിംഗ് എന്ന് പറയും. സ്കിന്നർ പറഞ്ഞു, ലേണിംഗ് ആസ് എ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ. സ്കിന്നറിൻ്റെ അഭിപ്രായത്തിൽ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷനാണ്. നമ്മുടെ സ്വഭാവത്തിന് നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുക്കുക, സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണ്ട പ്രോഗ്രസീവ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് നടത്തുന്നതാണ് ലേണിംഗ് എന്നാണ് സ്കിന്നർ പറഞ്ഞത്. ക്രോ എന്താ പറഞ്ഞത്, ലേണിംഗ് ആസ് അക്വിസിഷൻ ഓഫ് ഹാബിറ്റ്സ്, നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ക്രോയിൻ്റെ അഭിപ്രായത്തിൽ ലേണിംഗ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ്, ഹാബിറ്റ്സസ്, നോളജ് ഇതിൻ്റെയൊക്കെ ആർജിച്ചെടുക്കലാണ്, അക്വിസിഷൻ ആണ് ലേണിംഗ് എന്നാണ് അക്കോർഡിംഗ് ടു ക്രോ.
ഇത്രയാണ് നമ്മളിപ്പോൾ ഡെഫിനേഷൻസ് പറഞ്ഞത്. കുറച്ച് ഡെഫിനേഷൻസേ ഉള്ളൂ, കുറച്ച് ഡെഫിനേഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ നേച്ചർ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യത്തെ പോയിന്റ്, ലേണിംഗ് ഇൻവോൾവ്സ് ഓൾ ദോസ് എക്സ്പീരിയൻസസ് ആൻഡ് ട്രെയിനിങ് ഓഫ് എൻ ഇൻഡിവിജ്വൽ വിച്ച് ഹെൽപ്പ് ഹിം ടു പ്രൊഡ്യൂസ് ചേഞ്ചസ് ഇൻ ഹിസ് ബിഹേവിയർ. എല്ലാ എക്സ്പീരിയൻസുകളും ട്രെയിനിങ്ങുകളും ഉൾക്കൊള്ളുന്നതാണ് ലേണിംഗ്. അത് എങ്ങനത്തെ എക്സ്പീരിയൻസും ട്രെയിനിങ്ങും ആണ്? ഒരു ഇൻഡിവിജ്വലിനെ ആ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ തരത്തിൽ പ്രാപ്തമാക്കുന്ന എല്ലാ എക്സ്പീരിയൻസും ട്രെയിനിങ്ങും ഉൾക്കൊള്ളുന്നതാണ് ലേണിംഗ് എന്ന് പറഞ്ഞു. അടുത്തത്, ഇറ്റ് ഇൻവോൾവ്സ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ്. പ്രാക്ടീസ് കൂടിയും എക്സ്പീരിയൻസ് കൂടിയൊക്കെ ഉള്ള ഒരു ബിഹേവിയർ മോഡിഫിക്കേഷനാണ് ലേണിംഗ് എന്ന് പറയുന്നത്. Learning is a process of progressive adjustment and adaptation to ever-changing physical as well as social environment. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള എൻവയോൺമെൻറ്റ്, അത് നമ്മുടെ എൻവയോൺമെൻറ്റ് ചുറ്റുപാട്, അത് ഫിസിക്കലോ സോഷ്യലോ എങ്ങനത്തെ എൻവയോൺമെൻറ്റ് ആയാലും അത് ചേഞ്ചിങ് ആണ് അല്ലേ. അത് ഒരിക്കലും ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒന്നല്ല നമ്മുടെ ചുറ്റുപാടെന്ന് പറയുന്നത്. അപ്പോൾ ആ ചുറ്റുപാടിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനും അഡാപ്റ്റേഷൻ നടത്താനൊക്കെ ഉണ്ടാകുന്ന ഒരു കഴിവുണ്ടല്ലോ, ആ കഴിവിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതിരി തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാവണം, നമ്മളോട് തിരിച്ച് അങ്ങനെ തന്നെ ഉണ്ടാവണം എന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലുള്ള റെസ്പോൺസ് നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു അഡാപ്റ്റേഷൻ, നമ്മുടെ ബിഹേവിയറിൽ ഒരു അഡാപ്റ്റേഷനും അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു കഴിവിന്, അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനും അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ നടത്താനും ഒക്കെ പറ്റുന്ന ഒരു കഴിവിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തത്, ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് ലൈഫ് ലോങ് പ്രോസസ്സ്. ഈ പഠനം അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മളിപ്പോൾ ഒരു 30 വയസ്സ് വരെയൊക്കെ സ്കൂളും കോളേജിലൊക്കെ പോയി അങ്ങനെ എല്ലാം കൂടി ഒരു വിത്തിൻ 30 ഇയേഴ്സ് നമ്മളൊരു അക്കാഡമിക് ലൈഫ് കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിച്ചാൽ അവിടെ നമ്മുടെ ലേണിംഗ് നിൽക്കുന്നില്ല, അവിടെ സ്റ്റോപ്പ് ആവണില്ല. ചിലപ്പോൾ 30 വയസ്സിന് ശേഷമായിരിക്കും നമുക്കൊരു ജോലി കിട്ടുക, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത് 30+ ഏജിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ 60 ഇയേഴ്സ് ആയിക്കഴിഞ്ഞാലും നമ്മളൊരു കാര്യം, പുതിയൊരു കാര്യം പഠിച്ചെടുക്കുന്നുണ്ടാവുമായിരിക്കാം. അപ്പോൾ ലേണിംഗ് ഒരിക്കലും നിൽക്കണില്ല, ഒരു സ്റ്റോപ്പായി പോകണില്ല, അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. ലേണിംഗ് ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്നാണ് പറയുന്നത്. അടുത്ത് പറയണത്, ഇറ്റ് ഈസ് ദ അക്വിസിഷൻ ഓഫ് ഹാബിറ്റ്സ്, നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞു അല്ലേ, നോളജും ഹാബിറ്റുകളും ആറ്റിറ്റ്യൂഡുകളുടെയൊക്കെ ഒരു അക്വിസിഷനാണ്. പുതിയ ശീലങ്ങളും അറിവുകളും ആറ്റിറ്റ്യൂഡുകളൊക്കെ ആർജിച്ചെടുക്കുന്നതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തത്, ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രോസസ്സാണ് ലേണിംഗ്. നമ്മളൊരു കാര്യം പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡെവലപ്മെൻ്റ് അല്ലേ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കാൻ അറിയില്ല, അത് നമ്മൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി, ചായ ഉണ്ടാക്കാന്നുള്ളൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി. അതേമാതിരി തന്നെ നമ്മൾ മാത്സിലിപ്പോൾ ട്രിഗ്നോമെട്രിയുടെ കാര്യങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പഠനത്തിൽ കൂടെ എന്തുണ്ടാവുന്നുണ്ട്? ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ് ഈസ് ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ പ്രോസസ്സ്. അത് ഫോർമലും ഇൻഫോർമലും ആയിട്ടുള്ള പ്രോസസ്സാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, സ്കൂളിലൊക്കെ പോയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടൊരു കരിക്കുലം സിലബസൊക്കെ വെച്ചിട്ട് പഠിക്കുന്ന അങ്ങനത്തെ ഉള്ള ലേണിംഗ് ഉണ്ട്. അതല്ലാണ്ട് ഇൻഫോർമലായിട്ട് നമ്മുടെ വീട്ടിൽ, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടൊരു കഥ, അങ്ങനെയൊക്കെ അതിൽ നിന്നൊക്കെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഫോർമലും ഇൻഫോർമലും ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബിഹേവിയർ ചേഞ്ച് നടത്തുകയാണ്. നമ്മുടെ ചേഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനോ ചേഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ഒരു ബിഹേവിയറിൽ മോഡിഫിക്കേഷനോ ചേഞ്ചോ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ലേണിംഗ് റിക്വയേഴ്സ് മെച്ചുറേഷൻ ആസ് എ പ്രീ റിക്വസിറ്റ്. മെച്ചുറേഷനാണ് ലേണിങ്ങിൻ്റെ ഒരു പ്രീ റിക്വസിറ്റ്. ലേണിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? നമുക്ക് ഒരു മെച്യൂരിറ്റി, ഒരു പക്വത എത്തേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പോൾ 1 വയസ്സായിട്ടുള്ള നടക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടിയെ കൊണ്ട് നമുക്ക് സൈക്കിൾ ഓടിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതിന് കുറച്ചും കൂടെ ഒരു ലെവലെത്തണം. പിന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവണം. പെഡലിങ്ങനെ ചവിട്ട് അല്ലെങ്കിൽ ബെല്ലടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണ ഒരു പക്വത എത്തണ്ടേ. അപ്പോൾ ലേണിങ്ങിൻ്റെ പ്രീ റിക്വസൈറ്റ് എന്ന് പറയുന്നതാണ് മെച്ചുറേഷൻ. All learning is goal oriented. It is the goal which motivates the learners to
ലേൺ. എല്ലാ ലേണിങ്ങും ഗോൾ ഓറിയൻറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ചായ വെക്കണ കാര്യം തന്നെ. എനിക്കൊരു നല്ല ചായ ഇട്ട് കുടിക്കണം, മറ്റൊരാളെ ആശ്രയിക്കാതെ തന്നെ ചായ ഇട്ട് കുടിക്കണം. ഇപ്പോൾ വീട്ടിൽ ആരും ഇല്ലെങ്കിലും ഒരു ചായ കുടിക്കണമെന്ന് തോന്നി എനിക്കൊരു സ്വന്തമായിട്ട് ആരെങ്കിലും എന്ത് ചെയ്യാം, ചായ ഇട്ട് കുടിക്കുക അല്ലേ. അങ്ങനെ ആ ഒരു ഗോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കാൻ പഠിക്കുന്നത്. അപ്പോൾ എല്ലാ ലേണിങ്ങും നമ്മൾ എന്ത് കാര്യം പഠിക്കുകയാണെങ്കിലും അതിനൊരു ഗോൾ ഉണ്ടായിരിക്കും, ഒരു ആവശ്യം ഉണ്ടായിരിക്കും. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് പഠിക്കുമ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഗോളായിരിക്കും നമ്മളെ പഠിക്കാൻ, ആ ലേണറിനെ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം. ഒരു ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. അടുത്ത് പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് ആണ്. ആദ്യം പറയുന്നത് ലേണിംഗ് ആസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലേണിംഗ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പഠിക്കുന്നത് ഒരു തരത്തിലുള്ള ലേണിംഗ് ആണ്. നമ്മുടെ സിറ്റുവേഷൻസ് മാറും, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ മാറും, നമ്മുടെ എൻവയോൺമെൻറ്റ് മാറും, അതിൻ്റെ സോഷ്യലായിട്ടായാലും ഫിസിക്കലായിട്ടുള്ള കാര്യം ഒക്കെ നമ്മൾ മാറും. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ശീലമായിട്ടുള്ളൊരു കുട്ടി അടുത്തൊരു കോഴ്സ് പഠിക്കാൻ ഹോസ്റ്റലിൽ മാറുകയാണ്. അപ്പോൾ അവിടുത്തെ ആ ബിൽഡിങ്ങും അങ്ങനെ ഫിസിക്കലായിട്ടുള്ള എൻവയോൺമെൻറ്റായി മാറിക്കഴിഞ്ഞു. നമ്മുടെ മുറിയല്ല, നമ്മുടെ കട്ടിലല്ല, നമ്മുടെ ബെഡല്ല, നമുക്കുള്ള സൗകര്യങ്ങളൊന്നുമല്ല, വീട്ടിൽ കിട്ടിയിരുന്ന സൗകര്യങ്ങളൊന്നുമല്ല. പോരാത്തതിന് പല നാട്ടിൽ നിന്ന് വരുന്ന പല തരത്തിലുള്ള പല കൾച്ചറിൽ ലാംഗ്വേജ് പല രീതിയിലൊക്കെ ഉപയോഗിക്കുന്ന പല കുട്ടികളുടെ ഇടയിൽ. അപ്പോൾ നമുക്കൊരു സോഷ്യലായിട്ടുള്ള ചേഞ്ചും അവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ വെച്ചിട്ട് ഇതിലൊക്കെ കുട്ടി എന്ത് ചെയ്യണം, സർവൈവ് ചെയ്യണം. ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ കുട്ടി അവിടെ നിന്ന് സർവൈവ് ചെയ്യണം. അതിനൊക്കെ പഠിപ്പിക്കുന്നതാണ് എന്ത് ലേണിംഗ്. അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ത് ലേണിംഗ്. നമ്മുടെ സിറ്റുവേഷനായിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലേണിംഗ് ആസ് ഇംപ്രൂവ്മെൻറ്റ്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഇംപ്രൂവ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടായി, ആ കാര്യം ചെയ്യാൻ പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാനൊന്നാവില്ല. അപ്പോൾ നമുക്കൊരു ഇംപ്രൂവ്മെൻ്റ് ആവുകയാണ്. അപ്പോൾ ലേണിംഗ് എപ്പോഴും എന്തുണ്ട്, ഒരു ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതേമാതിരി ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ ഈ പറയുന്ന മാതിരി തന്നെ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാലാണ് കുട്ടികൾക്ക് മടി പിടിക്കുക, പോവാതിരിക്കാനുള്ള മടി പിടിക്കുക. അതേമാതിരി തന്നെ ലേസിനെസ്, ഐഡിൽനെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക സ്കൂളിൽ പോക്ക് തുടങ്ങുമ്പോൾ. പക്ഷെ അത് നമ്മളൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു പോസിറ്റീവ് സെൻസിലാണ് എടുക്കുക അല്ലേ. നല്ല കാര്യങ്ങൾ പഠിക്കുക, നല്ലൊരു വളർച്ച ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിനെ എടുക്കുക. അപ്പോൾ ലേണിങ്ങിനെ കൂടെ നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഈ പോയിന്റ് പറയുന്നത്. അടുത്ത ലേണിംഗ് ആസ് ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് കേസ് പറഞ്ഞ മാതിരി തന്നെ ലേണിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് പറയുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യുക, പോസിറ്റീവ് സെൻസിലാണ് ഡെവലപ്മെൻറ്റിനെ നമ്മൾ മിക്ക സിറ്റുവേഷൻസിലും പോസിറ്റീവായിട്ടാണ് നമ്മൾ ഡെവലപ്മെൻറ്റിനെ പറയാം. അപ്പോൾ ഒരു നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്നുള്ള രീതിയിലാണ് ലേണിങ്ങിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു കുട്ടി ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയി സിഗരറ്റ് വലിക്കാൻ പഠിച്ചു, അതൊരു ഡെവലപ്മെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അത് തന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ പോയി ആ കുട്ടിക്ക് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പഠിക്കാൻ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ പോലെ നടത്തി നല്ല ഈ കുട്ടി ഒരു ആവറേജ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ പോലും അതിന് നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങി പ്രാക്ടീസ് ചെയ്ത് അവരുടെ ഒരു കൊളാബറേഷൻ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുകയാണ്. എന്നിട്ട് അവർ നല്ല രീതിയിൽ ഇരുന്ന് ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ നടത്തി പഠിച്ച് രണ്ടുപേർക്ക് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ തന്നെ നമ്മളൊരു ഡെവലപ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലേണിങ്ങിനെ ഒരു ഡെവലപ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പറയണത്. അടുത്തത് ലേണിംഗ് ആസ് ബിഹേവിയറൽ ചേഞ്ചസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേണിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാക്കുന്ന മോഡിഫിക്കേഷനുകളെയാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടെയൊക്കെ ഒരു സിറ്റുവേഷനിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കൊരു ബിഹേവിയർ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ, ഒരു മോഡിഫിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, ലേണിംഗ് എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്കൊരു ബിഹേവിയർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബിഹേവിയർ ചേഞ്ചസ് കൊണ്ടുവരുന്ന ഫാക്ടേഴ്സാണ് ഫെറ്റിക്, ഡ്രഗ്സ്, ഇൽനെസ്, മെച്ചുറേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ട്രാൻസിറ്ററി ആണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ബിഹേവിയർ ചേഞ്ചസ് ട്രാൻസിറ്ററി, അതിങ്ങനെ കടന്നു പോകും, ഒരു സമയത്തിനനുസരിച്ച് ഇങ്ങനെ കടന്നു പോകും. നമ്മളൊരു അസുഖം വന്നിട്ട് നമുക്കൊരു സ്വഭാവത്തിലൊക്കെ കുറച്ച് വ്യത്യാസം വരുന്നത് അസുഖം മാറുന്നതിനനുസരിച്ചിട്ട് അത് നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരും. പക്ഷെ അതല്ലാണ്ട് നമുക്ക് കൂടുതൽ ലേൺ ചെയ്തിട്ട് നമ്മൾ പഠിച്ചെടുക്കുന്ന രീതിയിലുണ്ടാവുന്ന ചേഞ്ചസ്. അപ്പം നമ്മൾ ക്ലീൻനെസ് എന്നുള്ളൊരു ക്വാളിറ്റി നമ്മൾ പഠിച്ചെടുക്കുകയാണ്. നമ്മുടെ അമ്മേനെയും അച്ഛനെയൊക്കെ കണ്ടിട്ട് നമ്മൾ പഠിച്ചെടുക്കുകയാണ്. അവർ നല്ല നീറ്റായിട്ട് വീടൊക്കെ സൂക്ഷിക്കും, നല്ല നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ക്ലീൻനെസ് എന്നുള്ള കാര്യം നമ്മൾ അവരിൽ നിന്ന് പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യില്ല, അത് കുറേ കാലം നമ്മൾ സ്റ്റേബിളായിട്ട് എൻഡ്യൂറിങ് ആയിട്ട് നിൽക്കും. അങ്ങനെയുള്ളൊരു ക്വാളിറ്റി നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ കൂടുതൽ റിലേറ്റീവ്ലി സ്റ്റേബിളായിട്ട് നിൽക്കുന്നതാണ് പറയുന്നത്. ലേണിംഗ് ആൻഡ് പെർഫോമൻസ്.
നമ്മൾ പറഞ്ഞു ലേണിംഗ് എന്താണ്, നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരും, ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കും, ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. ഈ ഇമ്പ്രൂവ്മെൻറ്റും ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ട് നമ്മുടെ പെർഫോമൻസും ഇൻക്രീസ് ചെയ്യും അല്ലേ. നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ സ്കൂളിൽ പോയി പഠിക്കാൻ നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, നമുക്ക് നമ്മുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആവും അല്ലേ. നമ്മളൊരു എക്സാം ഒക്കെ എഴുതുമ്പോൾ നമുക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ലേണിംഗ് നമ്മുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യും. അടുത്തതാണ് ലേണിംഗ് ഈസ് പർപ്പസ്ഫുൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, നേച്ചറിൽ തന്നെ പറഞ്ഞു, എല്ലാ ലേണിങ്ങും ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കുന്നു. അപ്പോൾ അതേമാതിരി തന്നെ ആ പോയിന്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ലേണിംഗ് ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ലേൺ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലാണ് ഒരു പുതിയ കാര്യം പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മളത് പഠിച്ചെടുക്കില്ല. നമുക്കിപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോകണം, അതിൻ്റെ ഒരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുക, ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പർപ്പസ്ഫുൾ ആയിരിക്കും ലേണിംഗ്. നമ്മൾക്കൊരു ആവശ്യം ഉണ്ടെങ്കിലാണ് നമ്മളൊരു പുതിയ കാര്യം പഠിച്ചെടുക്കുക. അടുത്ത പറയുന്നതാണ് ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ. പൊതുവേ ലേണിംഗ് അല്ലെങ്കിൽ പഠനം എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടി വരിക ഈ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങളാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു കരിക്കുലൊക്കെ വെച്ച് സിലബസ് ഒക്കെ വെച്ച് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ്റെ പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ ലേണിംഗ് ആണ്. നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പഠിക്കാണ്ട് ഒരു കാര്യം നടക്കില്ല അല്ലേ, പഠിക്കണം, അവിടെ പഠിക്കലാണ് അതിൻ്റെ മെയിൻ. അപ്പോൾ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് ലേണിങ്ങും എഡ്യൂക്കേഷനും വളരെ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു എഡ്യൂക്കേഷനിലേക്ക് പോകുന്തോറും നമുക്ക് എന്ത് വരും, പുതിയ കാര്യങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പുതിയ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചെടുക്കും. നമ്മൾ ഇപ്പോൾ സ്കൂളിൽ ആദ്യം ചേർന്ന മാതിരി ഒരു ബ്ലാങ്ക് സ്ലേറ്റ് അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അറിയാത്തൊരവസ്ഥയിലല്ല നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോണ്ടാവും, അല്ലെങ്കിൽ +2ലേക്ക് കയറുമ്പോൾ ഉള്ള അവസ്ഥയല്ല +2 കഴിഞ്ഞ് ഇറങ്ങുമ്പോണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെങ്കിൽ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവിടെ ലേണിംഗ് നടക്കും. അടുത്തതാണ് ലേണിംഗ് ടേക്സ് പ്ലേസ് ത്രൂ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് കൂടെയാണ് കൂടുതലായിട്ട്, നമ്മുടെ അനുഭവങ്ങളിൽ കൂടെയാണ് കൂടുതലായിട്ടും നമ്മുടെ പഠനം നടക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ അവിടെ ഒരു കുഴിയുണ്ട് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് കാര്യമാക്കില്ല. പക്ഷേ ഒരു ദിവസം നമ്മൾ ആ കുഴിയിൽ വീണാൽ പിറ്റേ ദിവസം ആ വഴി കൂടെ നടക്കുമ്പോൾ ആ കുഴി എത്താറാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ കുറേ കാലം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ആഴത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലേണിങ് മോസ്റ്റ്ലി നടക്കുക നമ്മുടെ എക്സ്പീരിയൻസ് കൂടെയാണ്. മറ്റുള്ളവർ പറയുന്നതിനേക്കാളും അവർ കാണുന്നതിനേക്കാൾ നമുക്കൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതെന്ത് ചെയ്യും, അതിൽ നിന്ന് കൂടുതലായിട്ട് പഠിക്കും. ഇനി ലേണിങ്ങിന് വൈഡ് സ്കോപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. മിയർ അക്വിസിഷൻ ഓഫ് നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, അറിവ് സമ്പാദിക്കുക അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡോ സ്കില്ലോ ഉണ്ടാക്കുക മാത്രമല്ല ലേണിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മൊത്തത്തിലൊരു ഇൻഡിവിജ്വലിൻ്റെ ഫോർമേഷനിൽ ലേണിങ്ങിന് ഭയങ്കര അധികമുള്ള സ്വാധീനമുണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ, ആറ്റിറ്റ്യൂഡ്, അതേമാതിരി ബിലീഫ്, വാല്യൂസ്, ഐഡിയൽസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഈ ലേണിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ അഡ്മയർ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ അവരെയൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റുകൾ വരിക. ഒരാളെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ തന്നെ റിലേറ്റീവ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കും, ചിലപ്പോൾ നല്ല ഒരു ടീച്ചറായിട്ടുള്ള ഒരാളെ കണ്ടിട്ടായിരിക്കും, അങ്ങനെ ആരെങ്കിലും കണ്ട് ഇൻസ്പയർ ആയിട്ടായിരിക്കും നമ്മൾ BEd കോഴ്സിന് വന്നിട്ടുണ്ടാവുക. അവർ ചെയ്യുന്ന വർക്ക്, ഇപ്പോൾ BEdന് തന്നെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കുട്ടികൾ നന്നായിട്ട് വർക്ക് ചെയ്യും, എയ്ഡ്സ് ഒക്കെ ഉണ്ടാക്കും, ചിലവർ നന്നായിട്ട് ടീച്ചിങ് മാനുവൽ എഴുതും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്ത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, നീറ്റ്നെസ്, ക്ലീനിനെസ് എന്നൊക്കെ ഉള്ള, പഞ്ച്വാലിറ്റി എന്നൊക്കെ ഉള്ള അങ്ങനത്തെ വാല്യൂസും ഐഡിയൽസൊക്കെ കൊണ്ടു നടക്കുന്നവരുണ്ടാവും. അവരെയൊക്കെ കണ്ടിട്ട് നമ്മൾ അത് പഠിക്കും. അപ്പോൾ നമ്മളെ മൊത്തത്തിൽ മോൾഡ് ചെയ്യുക, ഒരു ഇൻഡിവിജ്വലിനെ മൊത്തത്തിൽ മോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വൈഡ് സ്കോപ്പ് തന്നെ ലേണിങ്ങിനുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഇനി അടുത്ത് പറയാനുള്ളത് ലേണിംഗ് ഹാസ് എ സോഷ്യൽ ഓറിയൻറ്റേഷൻ. ലേണിങ്ങിന് ഒരു സോഷ്യൽ ഓറിയൻറ്റേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. കുട്ടികൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കസ്റ്റംസ്, വാല്യൂസ്, കോഡ്സ് ഓഫ് കണ്ടക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ആദ്യം, പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നൊക്കെ പഠിച്ചെടുക്കുന്നത് ഈ ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് കൂടെയാണ് അതൊക്കെ ആർജിച്ചെടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിൽ പെട്ടാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, മറ്റുള്ളവരടുത്ത് ആദ്യമേ നമ്മൾ കുഞ്ഞിലേ കുട്ടികളുടെ അടുത്ത് പറയും, ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, മുതിർന്നവരോട് അങ്ങനെ കാണിക്കണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, തർക്കുത്തരം പറയരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ശീലിച്ച് കുറേയൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് കൂടെ അങ്ങനെയൊക്കെയാണ് നമ്മൾ വളർന്നു വരുന്നത്. അപ്പോൾ ഈ ലേണിംഗ് എന്ന് പറയുന്നതിന് ഒരു സോഷ്യൽ ഓറിയൻറ്റേഷൻ ഉണ്ട്. നമ്മളൊരു സോഷ്യൽ ബീയിങ് ആയിട്ട് വളർത്തിയെടുക്കുന്നതിലൊക്കെ ഈ ലേണിംഗ് എന്നുള്ള പ്രോസസ്സിനൊരു സ്വാധീനം ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ലേണിംഗ് ഈസ് കണ്ടിന്യൂസ്. നമ്മൾ നേരത്തെ നേച്ചറിൽ പറഞ്ഞു, ലേണിങ്ങിൻ്റെ നേച്ചറിൽ പറഞ്ഞു, ലേണിംഗ് ലൈഫ് ലോങ് ആണ്, കണ്ടിന്യൂസ് ആണെന്ന്.
അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ലേണിങ്. അത് നെവർ എൻഡിങ് ആണ്. നമ്മളിപ്പോൾ ഒരു 10-50 വയസ്സായിട്ട് ഇനി ഒന്നും പഠിക്കില്ല വെച്ചിട്ട് പഠിക്കാതിരിക്കണില്ല. ചിലപ്പോൾ 50 വയസ്സിലായിരിക്കും ഒരാൾ പുതിയ കാര്യം പഠിക്കുക. ഇപ്പോൾ നമ്മൾ കേൾക്കലുണ്ട് IIT-യിൽ മകൻ്റെ കൂടെ IIT-യുടെ എൻട്രൻസ് എഴുതിയിട്ട് അദ്ദേഹം ഒരു കോഴ്സ് ചെയ്യുന്ന കഥയൊക്കെ ന്യൂസിൽ വന്നിരുന്നു. അപ്പോൾ ആ പ്രായം ഒന്നിനൊരു പരിമിതിയല്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതവിടെ എവിടെയും നിൽക്കണില്ല അല്ലേ. നമ്മുടെ ബർത്ത് ടു ഡെത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് ലേണിങ്ങിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ലേണിംഗ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ഡെഫിനേഷൻസ് എന്താ പറഞ്ഞു, നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു. അപ്പോൾ ഇത്ര വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. താങ്ക് യു.